കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണെന്നായിരുന്നു. മെയിൻ ആയിട്ടുള്ളത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, ദെൻ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, ദെൻ മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ. ഇതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇതൊക്കെ ഓർക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഇനി അടുത്തത് ഇന്ന് നമ്മൾ നോക്കുന്നത് വെക്ടർ ആറ്റം മോഡലാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ബോർ ആറ്റം മോഡലിനെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. അവിടെ കുറച്ച് എന്താണ് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളൊരു സ്പെക്ട്രം കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഓരോ സിംഗിൾ ലൈന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ തന്നെ കുറെ ചെറിയ ചെറിയ ലൈൻസ് ഉണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു സിംഗിൾ ലൈൻ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഫൈൻ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫൈൻ സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ആ സ്പ്ലിറ്റിങ്ങിന്റെ കാര്യം എന്താണെന്ന് പറയാനായിട്ട് ബോറിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് പിന്നീട് വെക്ടർ ആറ്റം മോഡൽ വന്നത്. ഇപ്പൊ വെക്ടർ ആറ്റം മോഡൽ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പ്രധാനപ്പെട്ട രണ്ട് കൺസെപ്റ്റുകളാണുള്ളത്. ഒന്ന് സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ദി ഓർബിറ്റ്, രണ്ട് സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. ഈ സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ആംഗുലർ മൊമെന്റം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഉണ്ട്. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം അതിന് ഓരോ ഡിസ്ക്രീറ്റ് വാല്യൂസ് ആണുള്ളത്, കണ്ടിന്യൂസ് അല്ല. അതുകൊണ്ട് തന്നെ ആ വാല്യൂസ് എന്താണ്, ക്വാണ്ടൈസ്ഡ് ആണ്. അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷൻ ഞാൻ രണ്ട് വീഡിയോ ലിങ്ക് ഓൾറെഡി നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ ആ ഒരു ഡയറക്ഷൻ എന്നും പറയുന്നതും സെയിം അല്ല. അപ്പൊ ഞാൻ ഇനി വരുന്നത് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ ഈ ഒരു വെക്ടർ ആറ്റം മോഡലിലെ രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകൾ ഓർത്തിരിക്കുക. ഒന്ന് സ്പേസ് ക്വാണ്ടൈസേഷൻ ഓഫ് ഓർബിറ്റ്, രണ്ട് സ്പിന്നിങ് ഇലക്ട്രോൺ ഹൈപ്പോത്തിസിസ്. അപ്പൊ ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കാരണം ഒരു ഇലക്ട്രോൺ എന്താണ്, ഒരു ഓർബിറ്റൽ മോഷൻ അവിടെയുണ്ട്. ഓർബിറ്റൽ മോഷൻ അറൌണ്ട് ദി ന്യൂക്ലിയസ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഇറ്റ് പോസസ് സം ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. അപ്പോൾ വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഇൻ ടേംസ് ഓഫ് ഓർബിറ്റൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ? എന്താണ് ഓർബിറ്റൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ? സ്മോൾ ലെറ്റർ എൽ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് L is equal to root of L into L plus 1 H cross, where L is the orbital quantum number and L can be the value from 0 to n minus 1. Suppose n is equal to 1 ആണെങ്കിൽ, n is equal to 1 ആണെങ്കിൽ L ന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 to n minus 1. 0 to n minus 1 എന്ന് പറഞ്ഞാൽ ഇവിടെ n എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് 1 minus 1 is 0. So L ന്റെ വാല്യൂ 0 ആണ്. L ന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് ഏത് സബ്ഷെല്ലാണ്? എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. L is equal to 1 ആണെങ്കിൽ P എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. ഓക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. എനിവേ, ദ കറസ്പോണ്ടിങ് വാല്യൂസ് ഓഫ് L ആർ L is equal to 0, root 2 H cross, root 6 H cross, root 12 H cross. ഈ വാല്യൂസ് എങ്ങനെയാ വന്നത്? അതായത് നമ്മുടെ ഒരു മെയിൻ ഇക്വേഷൻ ഉണ്ടല്ലോ, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ ഈ മെയിൻ ഇക്വേഷന്റെ അകത്ത് നമ്മൾ എല്ലിന്, അതായത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ആയിട്ടുള്ള സ്മോൾ ലെറ്റർ എല്ലിന് 0, 1, 2, 3 എന്നിങ്ങനെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ്. സപ്പോസ് L is equal to 0, L എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ L is equal to 0 ആണെങ്കിൽ ഈ ക്യാപിറ്റൽ എൽ അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതാണ് ആദ്യത്തെ വാല്യൂ 0. അടുത്തത് സ്മോൾ ലെറ്റർ എൽ, അതായത് ഓർബിറ്റൽ ക്വാണ്ടം നമ്പറിന് ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ എല്ലിന് പകരം ഈ രണ്ട് എല്ലുണ്ടല്ലോ, അത് രണ്ടിടത്തും നമ്മൾ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ root 2 H cross. അതുപോലെ തന്നെ 2 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂ എന്ന് പറയുന്നത് root 6 H cross. അങ്ങനെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ root 12 H cross. അപ്പൊ ഇവിടെ കണ്ടാൽ അറിയാം അല്ലെ, ഈ വാല്യൂസ് എന്ന് പറയുന്നത്, അതായത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് വാല്യൂ ആണ്.
ഒന്നെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ √2h അത് കഴിഞ്ഞ് √6h. അല്ലാതെ ഈ 0യ്ക്കും √2h ഇടയിലായിട്ട് ഒരു വാല്യൂ വരില്ല. അല്ലെങ്കിൽ √2 6h √6h ഇടയിലായിട്ട് ഒരു വാല്യൂ ഒരിക്കലും വരില്ല. സോ ഈ വാല്യൂസ് എല്ലാം തന്നെ ഡിസ്ക്രീറ്റ് ആണ്. ഇങ്ങനെ ഡിസ്ക്രീറ്റ് വാല്യൂസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് അപ്പൊ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എടുത്തു, അതിന്റെ വാല്യൂ അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മാഗ്നിറ്റ്യൂഡിനൊപ്പം തന്നെ നമ്മൾ എന്ത് പറയണം? ഡയറക്ഷനും കൂടി പറയണം. അപ്പൊ എന്താണ് ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആണോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. തീർച്ചയായിട്ടും അതിന്റെ ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആണ്. അതിനെയാണ് നമ്മൾ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിന് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ ഓർബിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പെർട്ടിക്കുലർ സ്പേസ് ഓഫ് ഒരു ഓർബിറ്റൽ ഒരു 3 ഡയമെൻഷണൽ സ്പേസ് എടുക്കുവാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ കൂടെ മാത്രമേ അതിന് ഓർബിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ ഇഷ്ടമുള്ള സ്ഥലത്തൂടെ അതിന് ഓർബിറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ടാണ് അതിന്റെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നോക്കാം. സോ ആംഗുലർ മൊമെന്റം ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. സോ വി നീഡ് ടു സ്പെസിഫൈ ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. To specify the orientation or direction of an orbit, a reference is required. അതായത് ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പം നിങ്ങളുടെ വീട്ടിലേക്കുള്ള ദൂരം എത്രയാന്ന് ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിക്കാന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു റെഫറൻസ് പോയിന്റ് വേണം. അതായത് ഇപ്പൊ കോളേജിൽ നിന്നാണോ, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണോ, കട്ടപ്പനയിൽ നിന്നാണോ, നെടുങ്കണ്ടത്ത് നിന്നാണോ, എവിടെ നിന്നാണ് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ദൂരം എന്ന് ഞാൻ പറയണം. എങ്കിലേ അതിനൊരു ഒരു റെഫറൻസ് പോയിന്റ് എവിടെ വേണം, എങ്കിലേ അതിന് കറക്റ്റ് ട്രാൻസ്ഫർ പറയാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ആംഗുലർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ നമ്മൾ പറയണമെങ്കിൽ ഒരു റെഫറൻസ് ലൈൻ അവിടെ ആവശ്യമുണ്ട്. ഇപ്പം ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ നോക്കുക. ഈ ഒരു പിക്ചറിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ആംഗുലർ മൊമെന്റ്, അതായത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റ് എന്ന് വിചാരിക്കുക. ഓക്കെ, അതിനെ ഞാൻ ക്യാപിറ്റൽ L കൊണ്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ആംഗിൾ എത്രമാത്രം ഡീവിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏതൊരു ഡയറക്ഷനിലാണ് ഇത് ഇതിന്റെ ഡയറക്ഷൻ ഉള്ളത് എന്ന് പറയാനായിട്ട് നമുക്ക് റെഫറൻസ് ലൈൻ വേണം. ആ റെഫറൻസ് ലൈനെയാണ് ഞാൻ LZ എന്ന് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മൾ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഈ ഒരു വെക്ടറിനെ നമുക്ക് 2 കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അതായത് സൈൻ കമ്പോണന്റ് ആയിട്ടും ഒരു സൈൻ ആയിട്ടും കോസ് ആയിട്ടും ഇങ്ങനെ 2 കമ്പോണന്റ് ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള ഈ ഒരു കമ്പോണന്റിനെ സ്റ്റാൻഡേർഡ് കമ്പോണന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റെഫറൻസ് ലൈൻ ആയിട്ട് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നു. വേറൊരു രീതിയിൽ പറയുവാണെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനെയാണ് നമ്മളൊരു റെഫറൻസ് ലൈൻ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് LZ ആണ്. LZ എന്ന് കൊടുത്തത് Z ഡയറക്ഷനിലായതുകൊണ്ട് ഞാൻ LZ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടു സ്പെസിഫൈ ദി ഓറിയന്റേഷൻ ഓഫ് ഡയറക്ഷൻ ഓഫ് അവർ ഓർബിറ്റ്, a reference is required. The direction of the magnetic field applied to the atom is chosen as the reference line, that is the Z component of the angular momentum LZ. ഇനി LZന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അത് ക്വാണ്ടൈസ്ഡ് ആണ്. MLH. ML എന്താണ്? ML ഞാൻ കഴിഞ്ഞ കുറെ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ML ഇതല്ലായിരുന്നു ML റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ L is equal to 0 ആണെങ്കിൽ M 0 ആയിരിക്കും, അല്ലെങ്കിൽ ML 0 ആയിരിക്കും. L is equal to 1 ആണെങ്കിൽ P ഓർബിറ്റ് ആയിരിക്കും. അവിടെ എത്ര വാല്യൂ ഉണ്ട്? ഇവിടെ നോക്കാലോ.
മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ അല്ലെ. മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ML-ന്റെ വാല്യൂ -L2 + L. സപ്പോസ് L is equal to 1 ആണെന്ന് വിചാരിക്കുക. L is equal to 1 ആണെങ്കിൽ അത് ഏത് ഷെല്ലാണ്, ഏത് സബ് ഷെല്ലാണ്? ആരാ പറയുന്നേ? അമൽ പറഞ്ഞേ. അമൽ, L is equal to 1 ആണെങ്കിൽ ഏത് സബ് ഷെല്ലാണ്? SO PO DO ഏതാണ്? അമൽ പറഞ്ഞേ. P അല്ലെ. സോ P എന്ന് പറയുന്ന സബ്ഷെൽ ആണ് അല്ലെ. അപ്പൊ L is equal to 1 ആണെങ്കിൽ അത് P എന്ന് പറയുന്ന സബ്ഷെൽ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ML-ന്റെ വാല്യൂ എത്ര വരും? എത്ര വാല്യൂസ് ആണ് വരുന്നത്? -1 0 +1 -1 0 +1 ടോട്ടൽ എത്ര വാല്യൂ ഉണ്ട്? 3 വാല്യൂ ഉണ്ട്. ആ 3 വാല്യൂ എന്ന് പറയുന്നത് 3 ഡയറക്ഷനെയാണ് കാണിക്കുന്നത് അല്ലെ. ഞാൻ പറഞ്ഞു P എന്ന് പറയുന്ന ഓർബിറ്റിന് ഒരു ഡംബൽ ഷേപ്പ് ആണ്. അപ്പൊ PX, അതുപോലെ തന്നെ PY, അതുപോലെ തന്നെ PZ എന്ന് പറയുന്ന ഇത് രണ്ടും ഒരുപോലെ ഇരിക്കുന്നത് അല്ലെ. ഒരു PX, PY, PZ അങ്ങനെ 3 ഡയറക്ഷനിലാണ് അത് വരുന്നത്. ആ ഒരു വാല്യൂവിനെ അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷനെ സൂചിപ്പിക്കുന്നതാണ് ഈ 3 വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് എത്ര വാല്യൂ ഉണ്ടെന്ന് കാണാനായിട്ട് ഈ ഒരു ഇക്വേഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 2L + 1, അതായത് 2 × L എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്. അപ്പൊ 2 × 1 എന്ന് പറഞ്ഞാൽ 1 2, അപ്പൊ 2 + 1 എന്ന് പറഞ്ഞാൽ 3. സോ there are 3 values. That 3 values are -1 0 +1. അതാണ് ML എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കിയേ, ഇവിടെ LZ എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ML(H) ആണ്. ഇതെന്ന് പറയുന്നത് ML(H). ഞാൻ അടുത്തൊരു സ്ലൈഡിൽ ദാണ്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ML(H) എന്ന് പറയുന്നത്. കാണിച്ചു തരാം കേട്ടോ. ഇനി if theta be the angle between L and LZ, ഇതാണ് നമ്മുടെ ആംഗുലർ മൊമെന്റം L. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ ആയിട്ട് എടുത്തിരിക്കുന്ന ഇതാണ് LZ എന്ന് പറയുന്നത്. LZ എന്ന് പറയുന്നത് നമ്മളൊരു എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഡയറക്ഷൻ നമ്മളൊരു റെഫറൻസ് ലൈൻ നമ്മളായിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ ഇതാണ് LZ. അപ്പൊ ഈ LZ-ന് ഇടയിലുള്ള ഒരു വാല്യൂ ഉണ്ടല്ലോ, എന്താണ് അത്? തീറ്റ അല്ലെ. എത്രമാത്രം ആംഗിളിലാണ് ഇത് ഡയറക്ട് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ അതാണെങ്കിൽ കോസ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? കോസ് തീറ്റ എന്ന് പറയുന്നത് LZ/L. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോസ് തീറ്റ എന്താണോ? ഓപ്പോസിറ്റ് അല്ലല്ലോ, അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലെ. അപ്പൊ അഡ്ജസന്റ് സൈഡ് ഏതാ? LZ ആണ് അഡ്ജസന്റ് സൈഡ്. ഇത് LZ, ഇതല്ലേ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത്. ഇത് ഓപ്പോസിറ്റ് സൈഡ് വരും, ഇത് അഡ്ജസന്റ് സൈഡ് വരും അല്ലെ. അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ദി ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് LZ/L. LZ എന്താണ്? ML(H)። ഞാൻ ഇവിടെ ML(H) കൊടുത്തു, ഡിവൈഡഡ് ബൈ L. ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റ് ആണ്. സോ അതിന്റെ വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ദാറ്റ് ഈസ് √L × L + 1 H-. ഞാൻ ഈ H-ഉം ഈ H-ഉം കട്ട് ചെയ്തു. ബാക്കി വരുന്നത് ML ഡിവൈഡഡ് ബൈ √L × L + 1. നമുക്കപ്പോ തീറ്റ കണ്ടുപിടിക്കാൻ കോസ് ഇൻവേഴ്സ് പിന്നെ എന്താണ് ML ഡിവൈഡ് ബൈ √L × L + 1 കണ്ടുപിടിച്ചാൽ മതി. സോ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് L, 2L + 1 ഓറിയന്റേഷൻ ഓർ ഡയറക്ഷൻസ് ഓഫ് L ആർ പോസിബിൾ. നിങ്ങൾ എപ്പോഴും ആ പിയുടെ കാര്യം ഓർക്കണം. ഞാൻ പിയുടെ കാര്യം പറയുന്നത്, എസിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എസ് എന്ന് പറഞ്ഞാൽ 0 എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓറിയന്റേഷനേ ഉള്ളൂ. കാരണം അത് സ്പെറിക്കലി സിമെട്രിക് ആണ്. പക്ഷെ പി എന്ന് പറയുന്നത് ഒരു ഡംബൽ ഷേപ്പ് ആയതുകൊണ്ട് PX, PY, PZ അങ്ങനെ 3 ഡയറക്ഷൻ നിങ്ങളൊന്ന് ഓർക്കുക. ബാക്കി D ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകും. 5 ഡയറക്ഷൻ വരും. F വരുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ P ഓർക്കാനായിട്ട് പറയുന്നത്. അപ്പൊ 3 വാല്യൂയോട് വരുന്നതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, 3 ഡയറക്ഷനിലാണ് ഇത് ഓർബിറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങളൊന്ന് ഓർത്തിരുന്നാൽ മതി. So അതാണ് ഇവിടെ പറയുന്നത്. So for a different value, for a given value of L, 2L + 1 orientations or directions of L are possible, each corresponding to a different value of ML. This feature of angular momentum L to take discrete orientation in space is called a space quantization. Okay, അപ്പൊ ഇവിടെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂ ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആണ്. ഇപ്പൊ പറയുന്നു ഇവിടെ ഒരു 3 ഡയറക്ഷൻ ഒരു പെർട്ടിക്കുലർ P എന്ന് പറയുന്ന ഷെൽ ആണെങ്കിൽ ഇപ്പൊ ഏതാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലാണ് അത് ഓറിയന്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഫീച്ചർ ഓഫ് ആംഗുലർ മൊമെന്റം ടു ടേക്ക് ഡിസ്ക്രീറ്റ് ഓറിയന്റേഷൻ ഇൻ സ്പേസ് ഈസ് കോൾഡ് സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കുക. അടുത്തത് ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊക്കെ ഒരു പിക്ചർ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. ഇതിപ്പോ ഒരു 2 ഡയമെൻഷനിൽ കാണിച്ചിരിക്കുകയാണ്. ഇത് അതിന്റെ 3 ഡയമെൻഷണൽ പാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. കാരണം നോക്കാം, സപ്പോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 5 ഡിഫറെന്റ് ഓറിയന്റേഷൻസ് ഓഫ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം L ഫോർ L ഈസ് ഈക്വൽ ടു 2. L ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഏത് സബ്ഷെല്ലാണ് ഷാഹിന? L ഈസ് ഈക്വൽ ടു 2 ഏത് സബ്ഷെല്ലാണ്?
ഷാഹിന, L is equal to 2 ഏത് സബ്ഷനിലാണ് പറയണം കേട്ടോ. നിങ്ങൾ മെസ്സേജ് അയക്കല്ലേ, പറയണം. ഷാഹിന, വേറെ ആരെങ്കിലും പറഞ്ഞ L is equal to 2 എന്ന് പറഞ്ഞ ഏത് സബ്ഷനിലാ? ഡി സബ്ഷനില്. സോ ഡി സബ്ഷനില് എന്ന് പറയുന്നത് നോക്കിയാൽ L is equal to 2 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇക്വേഷൻ ഉണ്ട് എത്ര വാല്യൂസ് പോസിബിൾ ആണെന്ന്. ദാറ്റ് ഈസ് 2L plus 1 വാല്യൂസ് ആണ് അവിടെ പോസിബിൾ. അപ്പൊ L എന്ന് പറഞ്ഞത് ഞാനിവിടെ 2 എടുത്തു. സോ 2 into 2 4 plus 1 is 5 values. ഏതൊക്കെയാണ് 5 values? -2, -1, 0, +1, +2. സോ MLന്റെ വാല്യൂസ് ആണ്. അപ്പൊ 5 ഓറിയന്റേഷൻസ് അവിടെ പോസിബിൾ ആണ്. ഡി എന്ന് പറയുന്ന ഷെല്ല് ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഡി എന്ന് പറയുന്ന ഷെല്ല്. ഓക്കെ, ഒരു ഡബിൾ ഷേപ്പിലുള്ളതാണ്. അപ്പൊ ഇവിടെ 1, 2, 3, 4, 5 ഓറിയന്റേഷൻ, 5 ഡയറക്ഷനിൽ അത് പോസിബിൾ ആണ്. 5 ഓറിയന്റേഷൻ അവിടെ പോസിബിൾ ആണ്. ആ വാല്യൂസ് ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. -2, -1, 0, +1, +2 എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള LZന്റെ വാല്യൂ, അതായത് Z കമ്പോണന്റ് ഓഫ് ദി ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി കേട്ടോ, ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആകണ്ട. Z കമ്പോണന്റ് ഓഫ് ദി ആംഗുലർ മൊമെന്റ് നോക്കിയേ. LZ എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എന്താ? MLH ക്രോസ് ആണ്. ഇവിടെ MLH ക്രോസ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ML is equal to -2 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ വാല്യൂ എന്ന് പറയുന്നത് -2H ക്രോസ്. കാരണം വാല്യൂ LZ എന്ന് പറഞ്ഞാൽ MLH ക്രോസ് ആണ്. സോ -2H ക്രോസ്. ഇവിടെ ML is equal to -1 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള Z കമ്പോണന്റ് ഓഫ് ദി ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് -1H ക്രോസ്. ML is equal to 0 ആണെങ്കിൽ 0, ML is equal to 1 ആണെങ്കിൽ Z component of the angular momentum is 1H cross. ML is equal to 2 ആണെങ്കിൽ Z component of the angular momentum is 2H cross. ഇതൊരു ടു ഡയമെൻഷണൽ സ്പേസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതൊരു 3 ഡയമെൻഷണൽ കേസ് ആകുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഇത് ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ഉദ്ദേശിക്കുക. ഇതിങ്ങനെ ഇതായത് ഇലക്ട്രോൺ ഓർബിറ്റ് ചെയ്യുന്ന ഈ ഒരു ഓർബിറ്റൽ, ഈ ഒരു പ്ലെയിൻ, ഈ ഒരു സ്പേസിലാണ്, ഓർബിറ്റലിലാണ്. അതാണ് ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസം. അതാണ് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു പാത്താണ്, ഒരു 2 ഡയമെൻഷണൽ പാത്ത്. പക്ഷെ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു 3 ഡയമെൻഷണൽ സ്പേസ്, 3 ഡയമെൻഷണൽ റീജിയൻ ആണ്. അപ്പൊ അതിനുള്ളിലാണ് നമുക്ക് ഇലക്ട്രോണിനെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ എനിക്കിപ്പോ ഇതൊരു നമ്മുടെ ലാപ്പ് ഒരു 2 ഡയമെൻഷണൽ സ്പേസ് ആയതുകൊണ്ട് എനിക്ക് ഇതിനെ കാണിച്ചു തരാൻ പറ്റത്തില്ല. നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഇലക്ട്രോൺ, ആ ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് അതിന്റെ ഒരു കാണാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ ഒരു കോണിക്കൽ സെക്ഷൻ പോലെയാണ് ഇവിടെ കിട്ടുന്നത്. ഇവിടേക്ക് ഒരു കോണിക്കൽ സെക്ഷൻ ആണ് കിട്ടുന്നത്. നോക്കിയേ, ഇവിടെ വരുമ്പോ ML is equal to 0. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ML is equal to 0 വരുമ്പോൾ Z കമ്പോണന്റ് ഓഫ് ദി ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ ഇവിടെ നോക്കി, ഒരു പ്ലെയിനാ കാണിച്ചിരിക്കുന്നത് അല്ലെ, ഒരു ഡിസ്ക് നമ്മൾ ഉണ്ടെങ്കിൽ വിചാരിക്കും, ഒരു ഡിസ്ക് ഷേപ്പിലുള്ള എന്തെങ്കിലും സാധനം, ഒരു പ്ലെയിൻ ആണ് അല്ലെ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെയിൻ എന്ന് പറയുമ്പോൾ അതൊരു 2 ഡയമെൻഷണൽ സ്പേസ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ML is equal to 0 വന്നത്. അല്ലെങ്കിൽ Z കമ്പോണന്റ് ഓഫ് ദി ആംഗുലർ മൊമെന്റ് 0 എന്നാ. കാരണം Z ഡയറക്ഷൻ അവിടെ ഇല്ല. ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത് ഈ ഒരു പ്ലെയിനിലാണ്. ഈ ഒരു ഡിസ്ക് പോലെ എന്തെങ്കിലും ആലോചിച്ച് നോക്കുക. അവിടെ Z ഡയറക്ഷൻ ഇല്ല, Z കമ്പൗണ്ട് ഇല്ല, എക്സും വൈയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഒരു വട്ടത്തിലുള്ള ഒരു പ്ലെയിൻ പോലത്തെ ഒരു സംഭവം വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത്, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ക്വാണ്ടൈസ്ഡ് ആണ്, ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണ്. ഇനി എന്താണ്, അപ്പൊ ഇത്രയും കാര്യങ്ങളെ ബോർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നീട് വന്ന ഗൗഡ് സ്മിത്തും അതുപോലെ തന്നെ ഉലൻബെക്കും പറഞ്ഞത് ഇങ്ങനെ ഒരു ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം മാത്രമല്ല, ഒരു സ്പിൻ ആംഗുലർ മൊമെന്റും ഉണ്ട്. അതായത് ഒരു പ്ലാനറ്ററി മോഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ സണ്ണിന്റെ ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് അത് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതേ ഒരു കൺസെപ്റ്റ് ഇവിടെയും കൊണ്ടുവന്നു. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്പിൻ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടി അവിടെ ഉണ്ട്. So spin angular momentum we can written as capital S. Spin angular momentum capital S and spin quantum number is small letter s. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. So the spin angular momentum S is root of S into S plus 1 H cross. അപ്പൊ S എന്ന് പറയുന്ന വാല്യൂ, സ്പിൻ എന്ന് പറയുന്ന വാല്യൂ ഒറ്റ വാല്യൂ ഉള്ളത് ഹാഫ് ആണ് അല്ലെ. പിന്നെ -12 +12 എന്ന് പറയുന്ന അതിന്റെ ഡയറക്ഷൻ ആണ്. ഒന്ന് ക്ലോക്ക് വൈസ്, ഒരു ഓർബിറ്റലിലെ രണ്ട് ഇലക്ട്രോണിന് മാത്രമേ
ഒക്യുപ്പൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പറയുന്നത്. ഇന്നലത്തെ വീഡിയോ അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു, മറ്റൊന്ന് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് -12 +12 എന്ന് പറയുന്നത്. പക്ഷെ മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുവാണെങ്കിൽ ഒരൊറ്റ വാല്യൂ ഉള്ളൂ, ദാറ്റ് ഈസ് +12. സോ വി ക്യാൻ substitute this +12 in here instead of small letter s. So we will get s equal to √3/2 h cross. അതാണ് സ്പിൻ ക്വാണ്ടം നമ്പറിന്റെ കേസിൽ അല്ലെ സ്പിൻ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് √3/2 h cross ആണ്. അപ്പൊ ഇതെന്താണ്, ഇതിന് ഈ ഒരു വാല്യൂ ഉള്ളൂ, വേറെ കണ്ടിന്യൂസ് വാല്യൂ ഒന്നും എടുക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ്. സ്പിൻ ആംഗുലർ മൊമെന്റം, ദ വാല്യൂ ഓഫ് സ്പിൻ ആംഗുലർ മൊമെന്റം ഈസ് ക്വാണ്ടൈസ്ഡ്. ഇനി ഇതിന്റെ ഡയറക്ഷൻ, തീർച്ചയായിട്ടും ഡയറക്ഷൻ ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പൊ അതാണ് ഇവിടെ സ്പിൻ ക്വാണ്ടൈസേഷൻ അല്ലെങ്കിൽ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. So, like the orbital angular momentum, the spin angular momentum capital S also exhibits space quantization. This is described by the magnetic spin quantum number ms. മറ്റേ നമ്മൾ എടുത്തത് എന്താണ്, ML ആയിരുന്നു എടുത്തത് അല്ലെ, മാഗ്നറ്റിക് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ ML. ഇവിടെ നമ്മൾ എടുക്കുന്നത് മാഗ്നറ്റിക് സ്പിൻ ക്വാണ്ടം നമ്പർ MS. സോ കമ്പോണന്റ് ഓഫ് എസ് അലോങ്, ഇനി ഞാൻ കൂടുതൽ വിശദീകരിച്ച് പറയുന്നില്ല. ഇതാ നമ്മളൊരു Z ഡയറക്ഷൻ എടുത്തു. ഈ Z ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, SZ ആണ്. SZ നേരത്തെ നമ്മൾ എടുത്തത് LZ, അത് ഓർബിറ്റൽ മോഷൻ ആയതുകൊണ്ട് LZ എടുത്തു. ഇവിടെ സ്പിൻ ആയതുകൊണ്ട് SZ എടുത്തു. SZന്റെ വാല്യൂ എന്ന് പറയുന്നത് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, MS/H ക്രോസ്. മറ്റെന്തായിരുന്നു, LZ എന്ന് പറഞ്ഞാൽ Z കമ്പോണന്റ് ഓഫ് ദി ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് ML/H ക്രോസ് ആയിരുന്നു. ഇവിടെ Z കമ്പോണന്റ് ഓഫ് ദി സ്പിൻ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് MS/H ക്രോസ്. അപ്പൊ MS ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഈസ് 2s+1 വാല്യൂസ്. ആകെ 2 വാല്യൂസ് എടുക്കാൻ പറ്റത്തുള്ളൂ, ദാറ്റ് ഈസ് -12 ആൻഡ് +12. So, Z component of spin angular momentum SZ can take 2 values, -H cross by 2 and +H cross by 2. രണ്ട് വാല്യൂസ് ആണ്, H cross by 2 മൈനസും പ്ലസും, അങ്ങനെ 2 H cross by 2. അതായത് സ്പിൻ അപ്പ് സ്പിൻ ഡൗൺ അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അങ്ങനെ സോ ഈ ഒരു സ്പിൻ അപ്പ് സ്പിൻ ഡൗൺ ഓറിയന്റേഷൻ എന്ന് പറയുന്നതും ഒരു ഡിസ്ക്രീറ്റ് ഓറിയന്റേഷൻ ആണ്. വേറൊരു ഓറിയന്റേഷനിൽ അതിന് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ ദ ഡയറക്ഷൻ of the spin angular momentum also quantized. ഇനി തീറ്റ കണ്ടുപിടിക്കുന്നത് ഞാൻ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. തീറ്റ എന്ന് പറയുന്ന വാല്യൂ, ഇതിപ്പോ ഇതാണ് തീറ്റ എങ്കിൽ cos θ is equal to SZ divided by S. SZ എന്ന് പറഞ്ഞാൽ MS/H ക്രോസ്, MS/H ക്രോസ്. ഇനി S എന്ന് പറയുന്നത് √S × S+1 H ക്രോസ്. ആ H ക്രോസും ക്യാൻസൽ ചെയ്തിട്ടുള്ള ആൻസർ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ദാറ്റ് ഈസ് cos θ is equal to MS divided by √S × S+1 H ക്രോസ്. അപ്പൊ ഇതാണ് വെക്ടർ മോഡൽ എന്ന് പറയുന്നത്. ഇനി തീർന്നിട്ടില്ല, ഇനി ടോട്ടൽ ആംഗുലർ മൊമെന്റും കൂടി നമ്മൾ നോക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്പിൻ ആംഗുലർ മൊമെന്റും കണ്ടു, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റും കണ്ടു. തീർച്ചയായിട്ടും അതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ വെക്ടർ സമ്മും കൂടി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് നോക്കാം. വെൻ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്യാപിറ്റൽ L ആൻഡ് സ്പിൻ ആംഗുലർ മൊമെന്റം ക്യാപിറ്റൽ S ആർ combined to produce the total angular momentum of the atomic electron, the combination process can be visualized in terms of a vector model. അതുകൊണ്ടാണ് ഇതിനൊരു വെക്ടർ മോഡൽ ഓഫ് ദി ആറ്റം എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഈ ഒരു സ്പിന്നെയും അതുപോലെ തന്നെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റേയും നമ്മൾ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വെറുതെ മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, അതിന്റെ ഡയറക്ഷനും കൂടി ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. സോ നമുക്ക് ഇവിടെ ഒരു വെക്ടർ സമം മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു മോഡലിനെ വെക്ടർ മോഡൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഡയഗ്രാം കാണിക്കുന്നത് ടോട്ടൽ ആംഗുലർ, നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. ടോട്ടൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് J കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ J എന്ന് പറയുന്നത് L+S. ഇപ്പൊ L എന്ന് പറയുന്നത് എന്താ, √L × L+1 H ക്രോസ്. S എന്ന് പറയുന്നത് √S × S+1 H ക്രോസ്. ഇനി ടോട്ടൽ ആംഗുലർ മൊമെന്റം ഓൾസോ ക്വാണ്ടൈസ്ഡ് ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ J. ഇപ്പൊ നമ്മള് ഈ L എന്ന് പറയുന്നത്, ക്യാപിറ്റൽ L എന്ന് പറയുന്നത്, ഇവിടെ ക്യാപിറ്റൽ L എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത്, സ്പിൻ ആംഗുലർ മൊമെന്റ് എന്ന് പറയുന്നത് സ്പിൻ ക്വാണ്ടം നമ്പർ കൊണ്ടും റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്
ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ സ്മോൾ ലെറ്റർ ജെ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ക്യാപിറ്റൽ ജെ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജെ ഇൻറ്റു ജെ പ്ലസ് 1 എച്ച് ക്രോസ്. ഇതും ശരിയാണ്. ദാ ഈ കൊടുത്തിരിക്കുന്നതും ശരിയാണ്. വേർ ജെ ക്യാൻ ബി ഐദർ ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് എസ് ഓർ എൽ മൈനസ് എസ്. രണ്ട് വാല്യൂ വരും. എന്തുകൊണ്ടാണ്? ജെക്ക് രണ്ട് വാല്യൂ വരും. എന്തുകൊണ്ടാണ്? എസ് എന്ന് പറയുന്നത് പ്ലസ് ഹാഫും ആകാം മൈനസ് ഹാഫും ആകാം. സപ്പോസ് എൽ എന്ന് പറയുന്നത് 1 ആണെന്ന് വിചാരിക്കുക. എൽ ഈസ് ഈക്വൽ ടു 1. എൽ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ജെ എന്ന് പറയുന്നതിന് രണ്ട് വാല്യൂ ഉണ്ട്. കാരണം 1 പ്ലസ് ഹാഫ് ആൻഡ് അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 1 മൈനസ് ഹാഫ്. ഇപ്പൊ മനസ്സിലായോ ഈ സ്പ്ലിറ്റിംഗ് വരുന്നത്? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലായിരുന്നു മറ്റേ സ്പെക്ട്രത്തിന്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു സ്പ്ലിറ്റിംഗ് വരുന്നെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ്? ഇവിടെ നേരത്തെ ഒരു ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം മാത്രമാണ് കൺസിഡർ ചെയ്തിരുന്നെങ്കിൽ ആ സ്പ്ലിറ്റിംഗ് വരത്തില്ല. പക്ഷെ നമ്മൾ ഇവിടെ ഒരു സ്പിന്ന് എസ് എന്ന് പറയുന്ന ഒരു സ്പിൻ ഫാക്ടറും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തു. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ എൽ പ്ലസ് ഹാഫും വരും, എൽ മൈനസ് ഹാഫും വരും. അങ്ങനെ രണ്ട് വാല്യൂസ് അവിടെ വരും. അതായത് രണ്ട് സ്പ്ലിറ്റിംഗ് അവിടെ, അങ്ങനെ എനർജി ലെവൽസിന്റെ സ്പ്ലിറ്റിംഗ് അവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു മോഡൽ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് സ്പിൻ ആംഗുലർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. ഇതുപോലെ തന്നെ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്. ഈ ജെ കാണിച്ചിരിക്കുന്നത് ടോട്ടൽ ആംഗുലർ മൊമെന്റത്തിന്റെയാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എക്സ്റ്റേണൽ ഫീൽഡ് അല്ലെങ്കിൽ സെഡ് കമ്പോണന്റ് ഓഫ് ദി ടോട്ടൽ ആംഗുലർ മൊമെന്റം, ജെ സെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എം ജെ എച്ച് ക്രോസ്. മറ്റേതെന്തായിരുന്നു? എം എസ് എച്ച് ക്രോസ്. അതിന് മുമ്പ് ഓർബിറ്റലിനാണെങ്കിൽ എം എൽ എച്ച് ക്രോസ്. ഇപ്പൊ ഇവിടെ വരുമ്പോൾ എം ജെ എച്ച് ക്രോസ്. അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ടോട്ടൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നതും ക്വാണ്ടൈസ്ഡ് ആണ്. ഇവിടെ സ്പ്ലിറ്റിംഗ് ഓഫ് 3p3/2 എന്ന് പറയുന്ന ഒരു ലെവലിന്റെ കേസ് കാണിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ജെ എന്ന് പറയുന്ന വാല്യൂ ആണ് കേട്ടോ ഇവിടെ റെപ്രസെന്റ് ചെയ്യുക. കുറച്ചും കൂടെ വലിയ ക്ലാസ് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. 3/2 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ 3/2 പ്ലസ് ഹാഫ് മൈനസ് 3/2 എന്നൊക്കെ വരും. നിങ്ങൾ ഓർത്തിരുന്നാൽ മതി ഈ ഒരു കാര്യം മാത്രം. അതായത് ഈ ഒരു ജെ എന്ന് പറയുന്നതിനും ഡിഫറെന്റ് വാല്യൂസ് ഉണ്ട്, ഡിഫറെന്റ് ഓറിയന്റേഷൻ ഉണ്ട്. ഇതാണ് വെക്ടർ മോഡൽ ഫോർ ടോട്ടൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. ഈ കേസിൽ സ്പേസ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുമ്പോൾ ദ വെക്ടർ ജെ ഓൾസോ ഒബേസ് സ്പേസ് ക്വാണ്ടൈസേഷൻ ആൻഡ് ടേക്ക് ഓൺലി ഡിസ്ക്രീറ്റ് ഓറിയന്റേഷൻ ഇൻ സ്പേസ് വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എം ജെ. ഇപ്പൊ എം ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എം ജെ എച്ച് ക്രോസ്. എം ജെ ഹാസ് 2j+1 വാല്യൂ. എല്ലാം സെയിം ആണ് കേട്ടോ. ഇപ്പൊ എം എസ് ആണെങ്കിൽ 2s+1 വാല്യൂ. അത് പിന്നെ നമുക്കറിയാം രണ്ട് വാല്യൂ ആകെ വരുന്നുള്ളൂ. എൽ എന്നാണെങ്കിൽ ML ആണെങ്കിൽ 2l+1 വാല്യൂസ് വരും. എം ജെ ആണെങ്കിൽ 2j+1 വാല്യൂ വരും. അങ്ങനെയാണ് ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ. എം ജെയുടെ വാല്യൂ 2j+1 വാല്യൂസ് വരും. ഇപ്പൊ 3/2 ആണെങ്കിൽ 3/2 ആണ് ജെയുടെ വാല്യൂ എങ്കിൽ -3/2 മൈനസ് ഹാഫ് പ്ലസ് ഹാഫ് 3/2. അതായത് ഒന്ന് വീതം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് 4 വാല്യൂസ് അതിൻ്റെ അകത്ത് കിട്ടും. അപ്പൊ ഇതാണ് വെക്ടർ ആറ്റം മോഡൽ എന്ന് പറയുന്നത്. പിന്നെ ഇത് ഒരു ജസ്റ്റ് റെപ്രസെന്റേഷൻ കാണിച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് സ്പിൻ ആംഗുലർ മൊമെന്റത്തിന്റേത്, ഇത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം. അതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ജെ എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ ആംഗുലർ മൊമെന്റം. ഇത് രണ്ട് വാല്യൂ, ജെക്ക് രണ്ട് വാല്യൂ വരുമെന്ന് പറഞ്ഞു. കാരണം എസ് എന്ന് പറയുന്നത് പ്ലസ് ഹാഫും ആകാം, എസ് എന്ന് പറയുന്നത് മൈനസ് ഹാഫും ആകാം. അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് വാല്യൂസ് വരുന്നുണ്ട്. സോ ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് വരാം, ജെ ഇസ് ഈക്വൽ ടു എൽ മൈനസ് വരാം. അതാണ് ഇവിടെ ജെ ഇസ് ഈക്വൽ ടു എൽ പ്ലസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ എൽ എസ് കൊടുത്തു, ആ രണ്ടും ആഡ് ചെയ്തിട്ടുള്ള ഒരു റെപ്രസെന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എൽ ഇസ് ഈക്വൽ ടു 1 കൊടുത്തു, എസ് ഇസ് ഈക്വൽ ടു ഹാഫ് കൊടുത്തു. അപ്പൊ ജെ എന്ന് പറയുന്നത് 3/2 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് ഇവിടെ കിട്ടും, 3/2. ഇനി എൽ എന്ന് പറയുന്നത് 1 ആണ്, എസ് എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ആണ്. അപ്പൊ ജെ എന്ന് പറയുന്നത് എൽ മൈനസ് എസ് വരും. ഇവിടെ എൽ മൈനസ് എസ് വരും. എൽ മൈനസ് എസ് വരുമ്പോൾ 1 മൈനസ് ഹാഫ് എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും, 1/2 വാല്യൂ ആയിരിക്കും വരുന്നത്. സോ ഇതാണ്. അപ്പൊ ജെ ഇസ് ഈക്വൽ ടു 1/2 ആണെങ്കിൽ അവിടെ ആകെ രണ്ട് ഓറിയന്റേഷൻ, ആകെ രണ്ട് ഡയറക്ഷനെ വരത്തുള്ളൂ. മനസ്സിലായോ? ഇത് മനസ്സിലായോന്നേ? ഇപ്പൊ ജെ ഇസ് ഈക്വൽ ടു ഹാഫ് ആണെന്ന് വിചാരിക്കുക. ജെ എന്ന് പറയുന്നത് ഹാഫ് ആണെങ്കിൽ ഇതിന്റെ അകത്ത് ഹാഫ് ഇട്ട് കൊടുക്കുക. 2 × ½ + 1. അപ്പൊ എത്ര വരും? 2 അല്ലെ? 2 വാല്യൂസ് ഏതൊക്കെയാണ്? മൈനസ് ഹാഫ് പ്ലസ് ഹാഫ്. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, മൈനസ് ഹാഫ് പ്ലസ് ഹാഫ്. ഇനി ജെ ഇസ് ഈക്വൽ ടു 3/2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ജെ ഇസ് ഈക്വൽ ടു എന്ത്
ജെ ഇസ് ഈക്വൽ ടു 3/2 ആണെന്ന് വിചാരിക്കുക. അപ്പൊ ജെ ഇസ് ഈക്വൽ ടു 3/2 ആണെങ്കിൽ ഈ ജെക്ക് ഇവിടെ പകരം 3/2 ഇട്ട് കൊടുക്കുക. 3/2 ഇട്ട് കൊടുക്കുമ്പോൾ 3 + 1 4 വാല്യൂസ് വരും. ഏതൊക്കെയാണ് ആ 4 വാല്യൂസ്? ദാറ്റ് ഈസ് -3/2, -1/2, +1/2 ആൻഡ് +3/2. അങ്ങനെ 4 വാല്യൂസ് ഇവിടെ വരും. അത്രയാണ്, ഇത്രയും കാര്യങ്ങളാണ് വെക്ടർ ആറ്റം മോഡൽ. പക്ഷെ വെക്ടർ ആറ്റം മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും വെക്ടർ ആറ്റം മോഡലിൽ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റി തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞിരിക്കണം. ഒരുപാട് വലിയ മാർക്കിന് ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഇതും കൂടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ. അതായത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, ദെൻ ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ. വെറുതെ പേരെഴുതി വെച്ചാൽ പോരാ. ഞാനിപ്പോ ഇവിടെ പേരെഴുതി വെച്ചത് ഞാൻ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തത് കൊണ്ടാണ് കേട്ടോ. ഈ പറഞ്ഞ ഡിസ്കഷനിലെല്ലാം ഇതിന്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് ഉണ്ടോ, ഇതൊക്കെയാണെങ്കിൽ 2j പ്ലസ് ആണ് ഇതിന്റെ വാല്യൂ എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എഴുതാത്തത്. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ അതിന്റെ അകത്ത് എന്താണ് വാല്യൂസ് എന്ന് എഴുതുക. ഓക്കെ, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ n is equal to 1, 2, 3 വരും. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ആണെങ്കിൽ L is equal to 0 to n-1 വരും. സ്പിൻ ക്വാണ്ടം നമ്പർ ആണെങ്കിൽ പിന്നെ അതിന് എന്താണ് is equal to +12 ആൻഡ് -12 ആയിരിക്കും വരുന്നത്. പിന്നെ ടോട്ടൽ ആംഗുലർ മൊമെന്റം J എന്ന് പറയുന്നത് √J × J + 1 h വരും. ഇനി ML-ന്റെ വാല്യൂ എങ്ങനെയാന്ന് പറയാം. ദാറ്റ് ഈസ് 2L + 1 വാല്യൂസ്, ദാറ്റ് ഈസ് -L to +L. പിന്നെ MS എന്ന് പറഞ്ഞാൽ 2S + 1, ദാറ്റ് ഈസ് +12 ആൻഡ് -12. അതുപോലെ തന്നെ മാഗ്നറ്റിക് ടോട്ടൽ ആംഗുലർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് MJ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. MJയുടെ വാല്യൂ എന്ന് പറയുന്നത് 2J + 1 വാല്യൂസ്, ദാറ്റ് ഈസ് -J2 +J വാല്യൂസ് ആയിരിക്കും അവിടെ വരുന്നത്. ഇതൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് നോക്കി ഓർത്തിരുന്നാൽ മതി. കാരണം ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നമുക്ക് അത് എവിടെ എഴുതാനായിട്ട് പറ്റും. പിന്നെ ഞാൻ അടുത്തതിലേക്ക് കടക്കട്ടെ. എല്ലാരും ഇവിടെ ഉണ്ടോ? ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ആരെങ്കിലും വരുന്നതെങ്കിൽ അത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് തന്നെ എന്നോട് പറയണം കേട്ടോ. ചിലപ്പോൾ മെസ്സേജ് ഇങ്ങനെ അയക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് കാണത്തില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണെങ്കിലേ ചിലപ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ട് പറയുക. അപ്പൊ ഞാൻ ഒന്ന് നോക്കാം. അടുത്തതിലേക്ക് പോട്ടെ. ഇനി ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ ഇപ്പൊ ഒന്ന് കയറാനായിട്ട് പറയൂ. അടുത്തൊരു സെഷനിലോട്ട് പുതിയതായിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. പുതിയതായിട്ട് മീൻസ് ഇതിന്റെ ബാലൻസ് തന്നെയാണ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ വന്ന് കയറാൻ പറയാം. ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ട് എന്നോടൊന്ന് പറയണേ. ഞാൻ അടുത്ത സെഷനിലോട്ട് പോവാണ്. അടുത്തെന്ന് പറഞ്ഞാല് മാഗ്നറ്റിക് മൊമെന്റ്. ഇത്ര എന്താണ് നമ്മുടെ ആംഗുലർ മൊമെന്റം ആണ് പറഞ്ഞല്ലേ. ആംഗുലർ മൊമെന്റം, സ്പിൻ ആംഗുലർ മൊമെന്റം, ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം, ടോട്ടൽ ആംഗുലർ മൊമെന്റം, ഇത്രയാണ് പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ മാഗ്നറ്റിക് മൊമെന്റിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിവോൾവിംഗ് അറൌണ്ട്
ഓർബിറ്റ് റിവോൾവിംഗ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് അറൌണ്ട് ദി ന്യൂക്ലിയസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു, നിങ്ങൾ മാഗ്നറ്റിസത്തിന്റെ അതൊക്കെ പഠിച്ചാണ്, ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. അപ്പൊ കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ആണെങ്കിൽ എന്തായിരിക്കും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദർ ഈസ് എ മാഗ്നറ്റിക്, സോ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ മാഗ്നറ്റിക് ഡൈപോൾ. സോ ദർ ഈസ് എ മാഗ്നറ്റിക് മൊമെന്റ് അസോസിയേറ്റഡ് വിത്ത് ദിസ് മാഗ്നറ്റിക് ഡൈപോൾ. സോ മാഗ്നറ്റിക് മൊമെന്റ് ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ ഓർബിറ്റൽ മോഷനും ഉണ്ട്, അതുപോലെ തന്നെ സ്പിൻ മോഷനും ഉണ്ട്. അപ്പൊ രണ്ട് മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യണം. The first one is orbital magnetic moment, that is mu L. Orbital magnetic moment mu L. ഓക്കെ, ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് mu L. അതുപോലെ തന്നെ ഇലക്ട്രോൺ ഈസ് സ്പിന്നിങ് in its own axis and there is a magnetic moment associated with this, and it is called the spin magnetic moment mu S. So there is two magnetic moments are there. First one is orbital magnetic moment and second one is spin magnetic moment. അപ്പോൾ നമുക്ക് ഈ രണ്ടിന്റെയും എക്സ്പ്രഷൻ നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ അതാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ the magnetic moment due to orbital motion എന്താണെന്ന് നോക്കാം. നോക്കിയേ, so we have to consider an electron of mass m and charge minus e moving with a velocity v in a circular orbit of radius r. This circulating charge in a loop is equivalent to a current and current is given by. അപ്പൊ ഇതിനെ ഒരു, ഞാൻ പറഞ്ഞല്ലോ ഇലക്ട്രോൺ എന്ന് പറഞ്ഞൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണല്ലേ. സോ ഇലക്ട്രോൺ ഒരു റിവോൾവ് ചെയ്യുമ്പോഴത്തേക്കും അതിനെ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ആ കറണ്ട്, അതിന്റെ മാഗ്നിറ്റ്യൂഡ്, കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ചാർജ് ബൈ ടൈം ആണ് അല്ലെ, ഡി ക്യൂ ബൈ ഡി ടി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. സോ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് മൈനസ് ഇ ആണ്, കാരണം ഇലക്ട്രോൺ ആണ് മൂവ് ചെയ്യുന്നത്. സോ മൈനസ് ഇ ഡിവൈഡഡ് ബൈ ടി. ടി ഇസ് ദ ടൈം ടേക്കൺ ഫോർ റിവോൾവിംഗ് അറൌണ്ട് ദി സർക്കുലർ ലൂപ്പ്. ടൈം എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് സാധാരണയുള്ള ടൈമിനൊരു എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കാറുണ്ട്. എന്താണ്, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെ. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഇനി ഇവിടെ 1/t ആണ് കിടക്കുന്നത് അല്ലെ, ഇ ബൈ ടി ആണ്. സോ 1/t വരുമ്പോൾ വെലോസിറ്റി ബൈ ഡിസ്റ്റൻസ്. അപ്പൊ വെലോസിറ്റി ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഇ എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് 2πr ആണ്. കാരണം എന്താണ്, ഒരു സർക്കുലർ ഒരു മൂവ്മെന്റ് ആയതുകൊണ്ട്, ഒരു സർക്കുലർ ഓർബിറ്റ് ആയതുകൊണ്ട് തന്നെ അതിന്റെ സർക്കംഫറൻസ് ആണ് നമ്മൾ അതിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് 2πr എന്ന് കൊടുത്തിരിക്കുന്നത്. സോ കറണ്ട് ഈസ് ഈക്വൽ ടു മൈനസ് ഇ വി ബൈ 2πr. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി, ദാറ്റ് ഈസ് 2πr ബൈ വി. സോ ഇങ്ങനെയാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത്. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട് വിത്ത് എ വെലോസിറ്റി വി ആൻഡ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ കറണ്ട്. സോ ഇലക്ട്രോൺ എങ്ങോട്ടാണോ റിവോൾവ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കുമല്ലോ കറണ്ടിന്റെ ഡയറക്ഷൻ. അതാണ് ഇവിടെ ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ടും കാണിച്ചിരിക്കുന്നു. ഇനി അടുത്തത്, ദ ലൂപ്പ് ബിഹേവ് ആസ് എ സ്മോൾ പെർമനന്റ് ബാർ മാഗ്നറ്റ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. എനിവേ നമുക്ക് ഇവിടെയാണ് നോക്കേണ്ടത്. The magnetic dipole moment mu L is equal to I into A. Magnetic dipole moment mu L is equal to I into A. അപ്പൊ നമുക്ക് കറണ്ടിന്റെ എക്സ്പ്രഷൻ ആവശ്യമാണ്, ഏരിയയുടെ എക്സ്പ്രഷൻ ആവശ്യമാണ്. കറണ്ടിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്, മൈനസ് ഇ വി ബൈ 2πr എന്ന് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ്, ഏരിയ ആണ് വേണ്ടത് അല്ലെ. സോ സർക്കുലർ ഓർബിറ്റ് ആയതുകൊണ്ട് തന്നെ ഏരിയ എന്ന് പറയുന്നതായിരിക്കും πr² ആണ്. സോ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏരിയക്ക് പകരം πr² കൊടുക്കാം, കറണ്ടിന് പകരം നേരത്തെ കൊടുത്ത എക്സ്പ്രഷൻ കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇ വി ബൈ 2πr ഇൻറ്റു πr². ഇവിടെ വി ക്യാൻ ക്യാൻസൽ r ആൻഡ് r², then we will get r in the numerator, pi and pi can be cancelled. So minus EVR by 2. So that is the magnetic dipole moment. തീർന്നില്ല, ഇതിന് നമുക്ക് കുറച്ച് എക്സ്പ്രഷനും കൂടി കൊടുക്കാനുണ്ട്.
Okay, we are multiplying and dividing the RHS of above equation by m. അപ്പൊ ഇതിനെ നമ്മൾ m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് വാല്യൂസിലൊന്നും വ്യത്യാസം വരില്ലല്ലോ, സെയിം വാല്യൂ തന്നെയല്ലേ. സോ മ്യൂ എൽ എന്ന് പറയുന്നത് EMVR ഡിവൈഡഡ് ബൈ 2m. EM ഡിവൈഡ് ബൈ 2r. അതിന്റെ അകത്ത് എൽ എന്ന് പറയുന്നത്, അതായത് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ക്ലാസിക്കലി നമ്മൾ എഴുതുന്ന എക്സ്പ്രഷൻ ആണിത്. നമുക്കല്ലാതെ ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ വെച്ചിട്ടും എക്സ്പ്രഷൻ എഴുതാനായിട്ട് പറ്റും, അതൊക്കെയാണ്. പക്ഷെ ഇതെന്താണ്, ഇത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് അല്ലെ. ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ക്യാപിറ്റൽ L ഈസ് ഈക്വൽ ടു MVR. സോ ഞാൻ ഇവിടെ MVRന് പകരം ഈ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? മ്യൂ എൽ ഈസ് ഈക്വൽ ടു -E/2m ഇൻറ്റു L. ഇനി അടുത്ത് എഴുതിയിരിക്കുന്നത് there is a vector notation. കാരണം നമുക്കറിയാലോ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുന്നത് it's a vector quantity, so it has both magnitude and direction. So mu L is equal to -2m into L. കാരണം ഇവിടെ L മാത്രമേ വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ടുള്ളൂ. ഇവിടെ ഒരു മൈനസ് വന്നിട്ടുണ്ട് അല്ലെ. ഈ മൈനസ് എന്ന് പറയുന്നത് ഈ ചാർജ് ഓഫ് ദി ഇലക്ട്രോണിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷെ അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മീനിങ് എന്ന് പറയുന്നത് എന്താണ്? ഈ ആംഗുലർ മൊമെന്റത്തിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും ഈ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇത് ഈ ഒരു ഫിഗറിൽ അത് വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് ആംഗുലർ മൊമെന്റം L. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എന്താണ് മാഗ്നറ്റിക് മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതാണ് ആ ഒരു നെഗറ്റീവ് സൈൻ കൊണ്ട് അവിടെ ഫിസിക്കലി മീൻ ചെയ്യുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, നെഗറ്റീവ് സൈൻ ഇൻ ഇക്വേഷൻ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദി ഡയറക്ഷൻ ഓഫ് ദി ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ് mu L is opposite to the orbital angular momentum L. ഇത്രയും വരെ ക്ലിയർ ആണോ? ഇത്രയും വരെ ക്ലിയർ ആയിരുന്നോ? ഇന്നത്തെ ആരാ ലെഫ്റ്റ് ആയത്? രണ്ടുപേര് ലെഫ്റ്റ് ആയല്ലോ. 11 പേര് ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ 3 പേര് ലെഫ്റ്റ് ആയല്ലോ. ഞാൻ കണ്ടിന്യൂ ചെയ്യണം കേട്ടോ എന്തായാലും. സോ ഇനി നമുക്ക് ഇവിടെ ഇക്വേഷൻ 17.4 വരെയാണ് നമ്മൾ നോക്കിയത്. അതിനെ വെക്ടർ നൊട്ടേഷനിൽ എഴുതി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതാ, ഇതിനെ ഞാൻ ഈ ഒരു ഇക്വേഷനെ ഞാൻ H ക്രോസ് കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. H ക്രോസ് കൊണ്ട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്യാണ്. H ക്രോസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ H ക്രോസ് താഴെയും H ക്രോസ് അല്ലെ. ഇനി അടുത്തത് ഈ H ക്രോസ് ബൈ 2m എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഈ H ക്രോസ് ബൈ 2mന് ഞാൻ മ്യൂ ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മ്യൂ ബി എന്ന് പറഞ്ഞാൽ ബോർ മാഗ്നറ്റോൺ ആണ്. അപ്പൊ ഇത് കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. മ്യൂ ബി എന്ന് പറഞ്ഞാൽ ഈ H ക്രോസ് ബൈ 2m അല്ലെങ്കിൽ ഈ H ബൈ 4πm. കാരണം H ക്രോസ് എന്ന് പറഞ്ഞാൽ H ബൈ 2π ആണ്. സോ ബോർ മാഗ്നറ്റോണിന്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് 9.27 ഇൻറ്റു 10 to the power -24 AM സ്ക്വയർ, ദാറ്റ് ഈസ് ആംപിയർ മീറ്റർ സ്ക്വയർ. ഇതെല്ലാം കോൺസ്റ്റന്റ് അല്ലേ? കാരണം എന്താണ്, ഈ എന്ന് പറഞ്ഞ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ. H ക്രോസ് കോൺസ്റ്റന്റ് ആണ്, H ബൈ 2π. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, 4 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്, മാസ് ഓഫ് ദി ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്. സോ ദിസ് ഈസ് എ കോൺസ്റ്റന്റ് ക്വാണ്ടിറ്റി, ദാറ്റ് ഈസ് 9.27 ഇൻറ്റു 10 to the power -24 AM സ്ക്വയർ. ഇതാണ് ബോർ മാഗ്നറ്റോൺ എന്ന് പറയുന്നത്. ഓർത്തിരിക്കട്ടോ, അതിന്റെ വാല്യൂ ഒക്കെ ഓർത്തിരിക്കണേ. ഇനി L ബൈ H ക്രോസ്. സോ മ്യൂ എല്ലിന് മറ്റൊരു എക്സ്പ്രഷനും കൂടി നമുക്ക് കിട്ടി. ഈ എക്സ്പ്രഷൻ എല്ലാം നിങ്ങൾ പഠിക്കണം, കാരണം ഇത് പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ്
വളരെ കൂടുതലുണ്ട്. ഇനി നമ്മളൊരു എക്സ്പ്രഷൻ കൂടി കൊടുക്കുകയാണ്. ഈ എല്ലിന് നമ്മൾ എന്താണ് റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ എച്ച് ക്രോസ് എന്ന് പറയുന്ന ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അത് എവിടെ നിന്നാണ് വന്നതെന്ന് ഇനി ഞാൻ പറയുന്നില്ല, നമ്മുടെ ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം ആണ്. സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഞാൻ ഇതിന് പകരം ഇതങ്ങ് ഇവിടെ എടുത്തങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എച്ച് ക്രോസ് ഉണ്ടല്ലോ, ഈ എച്ച് ക്രോസും കൂടി ക്യാൻസൽ ആകും. അപ്പം ബാക്കി നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ ആണ് ഇത്. ദാറ്റ് ഈസ് മ്യൂ എൽ ഇസ് ഈക്വൽ ടു മ്യൂ ബി ഇൻറ്റു റൂട്ട് ഓഫ് എൽ ഇൻറ്റു എൽ പ്ലസ് വൺ. സോ അതാണ് കേട്ടോ, ഇതാണ് ഓർബിറ്റൽ ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത്. ഇനി ഇവിടെ വേർ ദി ഫാക്ടർ, ഞാൻ ഇതേ ഇക്വേഷനെ തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് കൊടുത്തു. ഇതിന്റെ അകത്ത് ആകെ വന്ന വ്യത്യാസം ഈ മ്യൂബിക്ക് മുന്നിലായിട്ട് ഞാൻ ജി എൽ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഒന്ന് കൊടുത്തു. ജി എൽ എന്ന് പറയുന്ന ഒരു കോഎഫിഷ്യന്റ് ഞാൻ കൊടുത്തു. വേർ ജി എൽ ഇസ് ഈക്വൽ ടു 1. കാരണം ഇത് ഈക്വൽ ടു ഇതാകണമെങ്കിൽ ജി എൽ എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കണം, 1 ആയിരിക്കണം. ആ ജി എല്ലിന് പറയുന്നത് നമ്മൾ വെറുതെ ജി ഫാക്ടർ എന്ന് പറയാറുണ്ട്. ജി ഫാക്ടർ ഓർബിറ്റൽ മോഷൻ ആയതുകൊണ്ട് ഓർബിറ്റൽ ജി ഫാക്ടർ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഓർബിറ്റൽ ജൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നു. ഓർബിറ്റൽ മോഷന്റെ കേസിൽ ജി എല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇനി സ്പിന്ന് നമ്മൾ പഠിക്കാനുണ്ട്. സ്പിന്ന് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ജി എസിന്റെ വാല്യൂ 2 ആണെന്ന്. സോ ഇത് പറയുന്നത് ഓർബിറ്റൽ ജൈറോ മാഗ്നറ്റിക് റേഷ്യോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ജൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്, അതായത് ജൈറോ മാഗ്നറ്റിക് റേഷ്യോ ഓർ ജി ഫാക്ടർ ഇസ് ദ റേഷ്യോ ഓഫ് മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദി പാർട്ടിക്കിൾ ടു ഇറ്റ്സ് ആംഗുലർ മൊമെന്റം. മാഗ്നറ്റിക് മൊമെന്റ് ഡിവൈഡഡ് ബൈ ആംഗുലർ മൊമെന്റം. മാഗ്നറ്റിക് മൊമെന്റ് ഡിവൈഡ് ബൈ ആംഗുലർ മൊമെന്റം, അതാണ് ഈ ജി ഫാക്ടർ അല്ലെങ്കിൽ ഓർബിറ്റൽ ജൈറോ മാഗ്നറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തത് വളരെ സിമ്പിൾ ആണ്, സെഡ് കമ്പോണന്റ് ഓഫ് ദി ഓർബിറ്റൽ മാഗ്നറ്റിക് മൊമെന്റ്. ഒന്നുമില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് നമ്മുടെ ഇക്വേഷൻ എന്താണ്, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ 17.4. അപ്പൊ ഇതിന്റെ മ്യൂ എൽ എന്ന് പറയുന്നത് ഇതല്ലേ മ്യൂ എൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ മ്യൂ എൽ എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു സെഡ് കമ്പോണന്റ് കൂടി കാണും. അപ്പൊ സെഡ് കമ്പോണന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെഡ് ഡയറക്ഷനുള്ള കമ്പോണന്റ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ ജസ്റ്റ് മ്യൂ എൽ സെഡ് എന്ന് പറഞ്ഞിട്ടൊന്ന് കൊടുത്തേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ കണ്ടില്ലേ, ഇവിടെ മ്യൂ എൽ സെഡ് ഇസ് ഈക്വൽ ടു -e/2m ഇൻറ്റു എല്ലിന്റെ പകരം എന്ത് കൊടുത്തു, എൽ സെഡ് കൊടുത്തു. ബട്ട് എൽ സെഡ് എന്താണ്, എൽ സെഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എം എൽ എച്ച് ക്രോസ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതാണ് അല്ലെ. എൽ സെഡ് എന്ന് പറഞ്ഞാൽ എം എൽ എച്ച് ക്രോസ്. എൽ സെഡിന്റെ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എം എൽ എച്ച് ക്രോസ് ആണ്. Okay, L Z value is ml h cross. So we can substitute this value, that is ml z is equal to minus e by 2m ml h cross. ഇനി ഈ h cross by 2 എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബോർ മാഗ്നറ്റോൺ ആണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് മ്യൂ ബി എന്നാണ്. സോ ml z is equal to minus ml മ്യൂ ബി എന്ന് പറയുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്ര ഉള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചത് വെക്ടർ ആറ്റം മോഡൽ, അതായത് ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂ ക്വാണ്ടൈസ്ഡ് ആണ്, അതുപോലെ തന്നെ അതിന്റെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണ്. പിന്നെ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് ക്വാണ്ടൈസ്ഡ് ആണ്, അതിന്റെ ഡയറക്ഷനും ക്വാണ്ടൈസ്ഡ് ആണ്. പിന്നെ നോക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക. ഇതിന്റെ നോട്ട് ഞാൻ നാളെ ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ നോട്ട് ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ. കേൾക്കുന്നുണ്ടോ പിള്ളേരെ നിങ്ങള്? അപ്പൊ നാളെ എല്ലാരോടും വരുന്ന എക്സാം ഉള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. സാരമില്ല, നാളെ എല്ലാരോടും വരാനായിട്ട് നിങ്ങൾ പറയണം. ഞാൻ നോട്ട് ഇന്നത്തെ ബാക്കിയും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇട്ടേക്കാം. എല്ലാവരും ഇരുന്ന് പഠിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്. എല്ലാവരും ലെഫ്റ്റ് ചെയ്യിക്കും കേട്ടോ. നാളെ വിനീത് സാർ ഉണ്ട്. അപ്പൊ വിനീത് സാറിന് പകരം വിനീത് സാർ എന്തായാലും വെള്ളിയാഴ്ച വരുന്നുണ്ട്. അപ്പൊ റെഡി ആയല്ലോ? അല്ല, സാറ് ഇന്നും നാളെയല്ലേ? ഇന്നും നാളെയല്ലേ? അപ്പൊ വേറെ ആരാ ഉള്ളത്? അല്ല, വിനീതിന് എന്തായാലും വെള്ളിയാഴ്ച വരണല്ലോ. പിന്നെ വേണ്ടല്ലേ? ശരി, ഞാൻ വിനീത് സാറിനോട് വരുന്നു ചോദിക്കാൻ. എന്നിട്ട് നാളെ വരണ്ടാന്ന് പറ. നാളെ വരണ്ടെന്ന് പറയാം സാറിനോട്. ഇന്ന് നാളെയാണോ സാറുള്ളത്? സാറിന് നാളെ. വേറെ ആരുണ്ടോ? സോണി ചാക്കോ, നിഷ സുകുമാരൻ,
എന്നാ നമുക്ക് താങ്ക് യു. ഞങ്ങള് വിനീത് സാറിനോട് പറഞ്ഞിട്ടേ ഞങ്ങള് വിനീത് സാർ നിലവില് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴും എങ്ങനെയാന്ന് ജസ്റ്റ് പറയാൻ പറ്റില്ലേ? വരുമ്പത്തേക്ക് ഞങ്ങൾ ഇൻഫോംഡ് നാളത്തെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതിപ്പോ നിങ്ങൾ അത് ഞങ്ങള് മാറ്റുന്ന ശരി. ഓക്കെ, നിങ്ങൾ പോയില്ലല്ലോ. താങ്ക് യു സ്റ്റുഡൻസ്. ഇവരൊന്നും ലെഫ്റ്റായിക്കോട്ടെ, ഇവരാരും പോകുന്നില്ലേ? എന്തിനാ പോകുന്നത്? അല്ല ഞാൻ റിമൂവ് ചെയ്തപ്പോഴേ അല്ല അവരാരും ലെഫ്റ്റ് ആയില്ലല്ലോ, അതുകൊണ്ട് അല്ല ഇനി അവിടെ വേറെ ഡിസ്കഷൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ പോയി കഴിയുമ്പോ. പിന്നെ എല്ലാരും പോയി കിട്ടിട്ട് ഞാൻ ഇന്നേ റെക്കോർഡ് ചെയ്യുമായിരുന്നു. പുതിയ ഇതെന്റെ ചേച്ചിയുടെ പക്ഷേ എനിക്ക് ഞാനെടുക്കും. ഇത് ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് മിസ്, ഇനി സ്റ്റോപ്പ് റെക്കോർഡിങ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇന്ന് ലേറ്റ് ആയിപ്പോയി ഇത് എടുക്കാൻ.